ഫ്രണ്ട്സ്. ബാക്കിയെല്ലാവരും പോയി. എന്നെ കുറേ പേര് കളിയാക്കുന്നുണ്ട്. നിനക്ക് വേറെ ജോലിയില്ലേ? ഈ വഴി കാണുന്ന പൂച്ചകളെയൊക്കെ എടുത്ത് വീട്ടിൽ കൊണ്ട് ഇട്ട് ആഹാരങ്ങളും കൊടുത്ത് നിനക്ക് വേറെ ജോലിയില്ലേ? അടിച്ചിറക്കുക എല്ലാത്തിനെയും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ തിരിച്ച് പ്രതികരിക്കാനൊന്നും പോകത്തില്ല. എന്നാലും നോക്ക് ഉണ്ടാ അവരാ നിഷ്കളങ്കമായ ഒരു ഉറക്കം നോക്കിയേ. പാവം പിള്ളേർ. ഇനി എങ്ങനെ ഞാൻ അടിച്ചിറക്കും? പലരും പറയുന്നത് ചൂലെടുത്ത് അടിച്ചിറക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് അടിച്ചൊടിച്ച് വിടും എന്നൊക്കെ എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട്. പേരൊന്നും ഞാൻ പറയുന്നില്ല. ഞാനിപ്പോൾ ഇവരെ വളർത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ അതിന് വേണ്ട സംഭവങ്ങൾ ഇവിടെ എന്തെങ്കിലും ചെയ്തു തരും. അവർക്ക് വെള്ളം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. രാവിലെ ഇവർക്കുള്ള ആഹാരം കൊടുത്തിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. പിന്നെ രാത്രി വന്ന് കയറും. ഇത് മറ്റേ വീഡിയോ എടുക്കാനോ റീലെടുക്കാൻ വേണ്ടിയിട്ടോ അല്ല. ഇത് കാണേണ്ടത് ബാക്കിയുള്ളവരാ, ഈ ലവേഴ്സല്ല, ഇതിനെ ഇഷ്ടപ്പെടുന്നവരല്ല. ഇത് ഇഷ്ടപ്പെടാത്തവർ കാണുക. നമ്മൾ ഇറങ്ങുന്ന ഒരു സ്ഥലത്ത് നമുക്കൊരു നേരത്തെ ആഹാരമെങ്കിലും കിട്ടി നമ്മൾ തിരിച്ച് വീട്ടിൽ ആരോഗ്യ സൗഖ്യത്തോടെ വരുന്നുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ പ്രാർത്ഥനയാണ്. ഇവർ കാത്തിരിക്കും രാത്രി 11-12 മണി. ഇപ്പോൾ എല്ലാവരും പറയുമല്ല, പൂമുഖ വാതിൽക്കൽ സ്നേഹം മുടർത്തി നിൽക്കുന്നൊക്കെ പറയുന്ന മറ്റേ പാട്ടൊക്കെ ഉണ്ടല്ലോ. ഇവിടെ അങ്ങനെ ഒരാളില്ല. അപ്പോൾ അതുകൊണ്ട് ഇവരാണ് എനിക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നത്. ഞാൻ രാത്രി വരുമ്പോൾ ഇവർ എനിക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കും. ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡെല്ലാം ഞാൻ കഴിച്ചില്ലെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കരുതിയിട്ടേ ഞാൻ വരത്തുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഞാനങ്ങനെ വലിയ ഒരു പ്രവൃത്തി ചെയ്ത് എന്നല്ല ഞാൻ പറയുന്നത്. നമ്മളാരായാലും ശരി തന്നെ, ഒരു മിണ്ടാപ്രാണി എന്ന് പറയുന്ന സാധനം, മിണ്ടാപ്രാണി എന്ന് എല്ലാവരും പറയുമെങ്കിൽ എൻ്റെ രീതി അനുസരിച്ച് അവർക്ക് മിണ്ടാൻ പറ്റും കേട്ടോ. അവർക്ക് സംസാരിക്കാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അത് അവരുടെ രീതിയിൽ. പക്ഷേ ഇവർക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് നല്ലതാണ് കേട്ടോ. ഇപ്പോൾ ഏറ്റവും അവർക്ക് ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഒരു സുഖം കിട്ടുന്ന, അല്ലെങ്കിൽ അവർ സേഫ് സോണിലാണെന്ന് തോന്നുന്ന ഒരു സ്ഥലത്ത് മാത്രമേ അവർ കിടന്നുറങ്ങത്തുള്ളൂ. എന്താ വേണ്ട, എൻ്റെ കൊച്ചിൻ്റെ അടുത്ത് ഇത്ര അടുത്താണ് ഞാൻ നിൽക്കുന്നത്, എന്നിട്ട് പോലും അവൻ കണ്ണുപോലും തുറക്കാതെ എല്ലാവരും കിടന്നുറങ്ങുക. ഇനിയിപ്പോൾ രണ്ടുപേരും ഉറങ്ങുന്നുണ്ട്. ഞാൻ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ പുറകിൽ അവിടെ തണലുള്ള സ്ഥലമുണ്ടേ, അവിടെ ഞാൻ ചീറ്റയൊക്കെ വെച്ച് മറച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഉണരും. ഒരിക്കലും ഇവരെ ഉണർത്താൻ പാടില്ല. ഉറങ്ങുന്ന സമയത്ത് മാത്രമേ ഉറങ്ങുള്ളൂ. അപ്പോൾ ഉണർത്താൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, ആ വീഡിയോ എടുത്ത് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഓക്കെ. അപ്പം നിങ്ങളുടെ അടുത്തൊക്കെ ആരെങ്കിലുമൊക്കെ ചിലപ്പം എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് ആരെങ്കിലുമൊക്കെ പറയും, എടി നിനക്ക് വേറെ ജോലിയില്ല, എടാ നിനക്ക് വേറെ ജോലിയില്ലേ, ഇതിനെയൊക്കെയൊന്നും അല്ല. നമ്മളീ മിണ്ടാപ്രാണികൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുക. കാക്കയ്ക്ക് വേണ്ടിയിട്ടാണ്. അതാ നോക്കി, അത് കണ്ടോ, കാക്കയ്ക്ക് വേണ്ടിയിട്ട് വെള്ളം വച്ചിരിക്കുന്നത്. അയ്യോ അവിടെ വെയിലായിപ്പോയി, വെള്ളം ഇപ്പം തിളച്ചിരിക്കുകയായിരിക്കും, സോറി. അത് കാക്കയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ വെളിയിറങ്ങിയോണ്ട് ഒരുപാട് കാക്കകൾ ഇവിടെ അവിടെ കിടക്കുന്നത്. ആരൊക്കെയോ വിളിക്കുന്നുണ്ട്. ഞാൻ വെളിയിറങ്ങി നിൽക്കുന്നതുകൊണ്ടാണ് വിളിക്കുന്നത്. അത് പോട്ടെ. പക്ഷേ നമ്മൾ ചെയ്യുന്ന സമയം നല്ല രീതിയിൽ ചെയ്യുക. ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ ഇത് ഞാൻ കാണിക്കാൻ വേണ്ടി തന്നെയാണ് എടുത്തത്. എല്ലാവരും പറയും, 100 കണക്കിന് ആളുകൾ നമ്മളെ ഒരുപാട് കുറ്റം പറയും. പക്ഷെ നിങ്ങളതൊന്നും നോക്കണ്ട. നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു നേരത്തെ അന്നമെങ്കിലും ഇവർക്ക് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ പുണ്യം. താങ്ക്സ്.